മഞ്ജുപിള്ളയും സുജിത്തും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന വാർത്ത ഇപ്പോൾ ഇരുവരും അംഗീകരിച്ചുകൊണ്ട് എത്തുകയാണ്. ഇരുവരും വേർപിരിഞ്ഞുവെന്ന് പറയാൻ ആർക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ പറയണ്ട എന്ന് എവിടെയും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ വേർപിരിഞ്ഞപ്പോൾ അത് ഞങ്ങൾ എവിടെയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചില്ല. പൊതുവെ സോഷ്യൽ മീഡിയയിലൊന്നും പറയാത്ത ആളുകളാണ്. എന്നാൽ വേർപിരിഞ്ഞുവെന്ന് മാത്രമാണ്. രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും സൗഹൃദത്തിലാണ്. സുജിത്തിൻ്റെ വീട്ടിൽ അമ്മയോടൊക്കെ തന്നെ ഞാൻ സംസാരിക്കാറുണ്ട്. പരസ്പരം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. എൻ്റെ അമ്മയെ സുജിത്ത് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. മകൾ ഭൂരിഭാഗം സമയവും അമ്മയോടൊപ്പമാണ് നിൽക്കാറുള്ളത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് സുജിത്തിന് ഷൂട്ടും വരുന്ന സമയം തൊട്ടേ ചെറുതിലേ അവൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് നന്നായി അറിയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ഇവരുടെ മകളും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ആക്റ്റീവാണ് എന്നുകൂടി മകളെക്കുറിച്ച് പറയണം. ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരമായി തന്നെ ഇന്ന് മകൾ വളർന്നു കഴിഞ്ഞു. അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ പേരിലല്ലാതെ സ്വന്തം പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളിലും അതുപോലെ ചില റീലുകളിലുമൊക്കെ പ്രത്യക്ഷയാവുകയാണ് ഇപ്പോൾ മഞ്ജുപിള്ളയുടെ മകൾ. അതിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ദയാസുൽത്ത് എന്ന അക്കൗണ്ട് വളരെയധികം പ്രശസ്തമായി മാറി. ആദ്യം ഇത് ആരാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു. പിന്നാലെയാണ് ഇത് മഞ്ജുവിൻ്റെയും സുജിത്തിൻ്റെയും മകളാണ് എന്ന് പ്രേക്ഷകർ അറിഞ്ഞത്. അതോടെ താരപുത്രിയെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ പേരും ഏറ്റെടുക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്നേ ഉള്ളൂ, എന്നാൽ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി തുടരുന്നു. കണ്ടാൽ അപ്പോൾ കെട്ടിപ്പിടിക്കണം. അങ്ങനെയായിരിക്കണം വേർപിരിഞ്ഞു കഴിഞ്ഞാലും ദമ്പതികൾ. ഒരുമിച്ച് ഭാര്യയും ഭർത്താവുമായി ജീവിച്ച് മുന്നോട്ട് പോകാനാകില്ല, എന്നാൽ നല്ല സുഹൃത്തുക്കളായി ഇരിക്കാമെന്ന് ഞങ്ങൾ തെളിയിക്കുന്നു. അതാണ് ഞങ്ങളുടെ ബന്ധമെന്ന് മഞ്ജു പിള്ള പറയുന്നുണ്ട്. മഞ്ജു ഇപ്പോഴും സുജിത്തിൻ്റെ വീട്ടുകാരെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും അവരും എന്നെ അറിയിക്കാറുണ്ട്. ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ ഇടയിൽ വളരുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ അറിയണം. മകളുടെ കാര്യങ്ങളായാലും ഞങ്ങളുടെ കാര്യങ്ങളായാലും എല്ലാം അറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. മകളുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം അവരും അറിയേണ്ടതാണ്. അവർക്കും അതിനുള്ള അവകാശമുണ്ട്. ദയ എന്ത് ചെയ്യുന്നു, ദയയുടെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെയുള്ളത് അവർക്കും അറിയണ്ടേ. അവരുടെ കൂടെ കുഞ്ഞാണല്ലോ. ഇതാണ് മഞ്ജുപിള്ളയും പറയുന്നത്. നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് ചില പ്രശ്നങ്ങൾ കാരണം തന്നെ ഇരുവരും വേർപിരിയൂ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിലൂടെ പ്രേക്ഷകരെ ഇവർ അറിയിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി ഇത് മാറുകയും ചെയ്തു. ആരാധകർ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊന്ന് ഞെട്ടി. പിന്നാലെയാണ് ആരാധകർ ഇതിൻ്റെ സത്യമെല്ലാം മനസ്സിലാക്കിയതും ചോദിച്ചു തുടങ്ങിയതുമെല്ലാം. ആരാധകർക്ക് ആദ്യം തന്നെ വളരെയധികം ഒരു ഞെട്ടലുണ്ടാക്കി. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി മാറുകയും ചെയ്തു. ഇവർ വേർപിരിഞ്ഞു എന്ന് ആദ്യം പ്രേക്ഷകർക്ക് മനസ്സിലായത് മഞ്ജുപിള്ളയുടെ പുതിയ വീട് പാലുകാച്ച സമയത്താണ്. അവിടെയുള്ള ചിത്രങ്ങളെല്ലാം പരിശോധിച്ച ആരാധകർക്ക് സുജിത്തിൻ്റെ ഒരു ചിത്രം പോലും കാണാൻ ലഭിച്ചില്ല. ഹാളിലുള്ളതെല്ലാം തന്നെ മഞ്ജുപിള്ളയുടെയും മകളുടെയും ചിത്രങ്ങളായിരുന്നു. പാലുകാച്ചിനും ഭർത്താവ് എത്തിയില്ല. ഇതോടെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആരോടും മറച്ചു വെക്കാതെ ഇവർ കാര്യങ്ങൾ പരസ്പരം എല്ലാവരോടും പറയാനും തുടങ്ങി. അതോടെ മഞ്ജുപിള്ള സുജിത്ത് വിവാഹമോചനം വാർത്തകളിൽ നിറഞ്ഞു എന്ന് തന്നെ പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.